നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിധി എഴുതി നിലമ്പൂർ. വോട്ടെടുപ്പ് അവസാനിച്ചതോടെ നിലമ്പൂരിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് ശതമാനം ഉയർന്നത് നന്നായെന്നും വിജയം ഉറപ്പെന്നും LDF സ്ഥാനാർത്ഥി M സുരാജ് പ്രതികരിച്ചു. വോട്ടുകൾ അരിച്ചുപെറുക്കി പെട്ടിയിലാക്കിയെന്നും ഇതിനകം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നുമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. പോളിംഗ് ശതമാനം കൂടിയത് തനിക്ക് അനുകൂലമാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറയുന്നു. ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാനായെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. മികച്ച സ്വീകാര്യതയും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മികച്ച വിജയം LDF നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ LDF പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. എല്ലാ UDFന്റെ ജീവിച്ചിരിക്കുന്ന വോട്ടുകളും അരിച്ച് പെറുക്കി കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്, ഒരു കാലത്തുമില്ലാത്ത പോലെ. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരു ചരിത്ര ഭൂരിപക്ഷം UDF ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പില്ല. ജനങ്ങൾ തോൽക്കുകയാണ്. മലയോര മേഖലയിലെ അവഗസിതം ഞങ്ങൾ ചർച്ച ചെയ്തു, വികസനമില്ലായ്മ ഞങ്ങൾ ചർച്ച ചെയ്തു, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതിനൊക്കെ അനുകൂലമായി ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 74.02% ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. വിവരങ്ങളുമായി വിപിൻ C വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷ, തികഞ്ഞ ആത്മവിശ്വാസമൊക്കെ മുന്നണികൾ, സ്ഥാനാർത്ഥികൾ വെച്ചു പുലർത്തുന്നു. ഇനി ക്യാമ്പുകളിൽ കണക്കുകൂട്ടലിന്റെ മണിക്കൂറുകളാണ്. പ്രതീക്ഷിച്ച വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് LDF, UDF, അതുപോലെ മുന്നണികൾക്ക്, അതുപോലെ അൻവറിന്, NDA ക്യാമ്പിന്? എന്താണ് ഈ ക്യാമ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? അവരുടെ പ്രതീക്ഷകളെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? വിപിൻ C വിജയൻ. ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ 4 പേരും ഇപ്പോഴും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ ഒരു 74% പോളിംഗ് വന്നു എന്നുള്ളത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പെരുമഴയത്ത് ആ ഒരു പോളിംഗ് ശതമാനം കുറയാനുള്ളൊരു സാധ്യതയാണ് മുന്നണികളെല്ലാം തന്നെ കണക്ക് കൂട്ടിയിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ തിരഞ്ഞെടുപ്പിനോടുള്ളൊരു മടുപ്പുണ്ടാകുമെന്നൊക്കെയുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 64% അതിനേക്കാൾ ഒരു 70-ന്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇത് ഏകദേശം 25ഓളം ദിവസത്തോളം നടന്നിട്ടുള്ള ആ ഒരു പ്രചാരണത്തിൻ്റെ ആ ഒരു ആവേശം ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും ജനങ്ങളെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി എന്ന് തന്നെ വിലയിരുത്താം. അതിരാവിലെ മുതൽ തന്നെ നീണ്ട നിര എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാനുണ്ടായിരുന്നു. പിന്നീട് ഈ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയത്, 59 പോളിംഗ് സ്റ്റേഷനുകളിൽ കൂട്ടിയത്, അത് വോട്ടിങ്ങിനെ വളരെ സുഗമമാക്കിയിട്ടുണ്ട്. വളരെ സമാധാനപരമായിട്ടായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് എന്ന് പറയാം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ വോട്ട്, ഈ 74% വോട്ട് വരുമ്പോൾ അത് ആർക്ക് ഗുണമാകുമെന്നുള്ള ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യുമെന്നുള്ളതാണ് UDFന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ വരുന്നത്. ഒപ്പം പക്ഷേ LDF, UDF എന്നുള്ള മത്സരത്തിനപ്പുറമായി PV അൻവർ ക്രോസായി ഇതിൽ എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നുള്ളത് ഇരു മുന്നണികളും ഇതിനോടകം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടർ അല്ല എന്ന് പറയുമ്പോഴും ഉള്ളിൽ അത് വലിയ ശതമാനത്തിലേക്ക് വോട്ട് പിടിക്കുമോ എന്നുള്ളതാണ്. ഏറെക്കുറെ ഇപ്പോൾ ഒരു 1,65,000-ഓളം വോട്ടുകളായിരിക്കണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ LDFന്റെ കണക്കുകൂട്ടൽ അവരുടെ സ്ഥിരമായിട്ടുള്ള വോട്ടുകൾ, LDFന്റെ വോട്ടിൽ ഒന്നുപോലും ചോർച്ചയില്ലാതെ അതുപോലെ തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ LDF ക്യാമ്പിന് വരുന്നു. ഒപ്പം മലയോര ജനതയുടെ വോട്ടുകൾ നേടി എന്നുള്ളതാണ് NDAയുടെ കണക്കുകൂട്ടൽ. PV അൻവറിനെ സംബന്ധിച്ച് LDFന്റെയും UDFിലെയും അസംതൃപ്തരുടെ വലിയ ഒരു ഒഴുക്ക് തൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ അതൊരു ആൻറ്റി ഷൗക്കത്തായിട്ടുള്ള വോട്ടുകൾ കൂടി PV അൻവർ ലഭിച്ചു എന്നുള്ളതാണ് PV അൻവറിൻ്റെ ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലുള്ളത്. സജീവമായിട്ടുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ശരി, എന്തായാലും വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. വിജയ ശതമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുന്നണികൾ. അതുപോലെ അൻവറിന്റെ എഫക്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടലുകളൊക്കെ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഇനി ജനവിധി എന്താണ് എന്നാണ് അറിയേണ്ടത്. അതിന് നമ്മൾ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പോളിംഗ് പൂർത്തിയായതോടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ത്രിതല സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യം 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിച്ചെന്നും സമാധാനപരമായിരുന്നു പോളിംഗ് എന്നും മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് 24-നോട് പറഞ്ഞു. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റിസപ്ഷൻ സെന്റർ. പോളിംഗ് ടീമുകൾ EVM-ഉം അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളും ഇവിടെ കൊണ്ടുവരും. അത് പരിശോധിച്ച് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും സ്ട്രോങ് റൂമിന് 3 ടയർ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. ഇന്നർ കോർഡൺ സെൻട്രൽ ഫോഴ്സ് ആയിരിക്കും. മിഡിൽ കോർഡൺ ഗാർഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് പോലീസിന്റെ തന്നെ ആംഡ് ബറ്റാലിയനാണ്. ഔട്ടർ കോർഡൺ സ്റ്റേറ്റ് പോലീസാണ് ഗാർഡ് ചെയ്യുന്നത്. അതിനു പുറമെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സിനെ പോസ്റ്റ് ചെയ്യും. CCTV ഫൂട്ടേജസ് എല്ലാ സ്ട്രോങ് റൂമിന് മുമ്പിൽ നിന്നുള്ള CCTV ഫൂട്ടേജസ് ഒരു പ്രത്യേക സ്ഥലത്തുണ്ടാവും. അവിടെ കാൻഡിഡേറ്റ്സിന് വന്നിട്ട് അത് വീക്ഷിക്കാനോ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇനി തിങ്കളാഴ്ച വരെയുള്ള കാത്തിരിപ്പാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ, വിവിപാറ്റ്, അതൊക്കെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്? എപ്പോഴേക്കത് പൂർത്തിയാവും? ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ വിശദാംശങ്ങൾ എങ്ങനെ? മിഥില ബാലൻ. രജിത്തെ, ഈ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഈ വിവിപാറ്റും വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ ഒരു തിരക്കാണ് ഇപ്പോൾ. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, ഇതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള യന്ത്രങ്ങളും മറ്റ് വിവിപാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തുകയാണ്. 6 മണിക്ക് ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ തന്നെ 6:30, 6:45, 7 മണിയോടെ തന്നെ ഇത്തരത്തിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 35 ബൂത്തുകളാണ് ഉള്ളത്. ഈ 35 ബൂത്തുകളിലായി 236ഓളം പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. എന്തു തന്നെയാലും ഒരു 11 മണിവരെ പോകും ഈ ഒരു നടപടിക്രമങ്ങൾ എന്നാണ് നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. എന്തു തന്നെയാലും 23-ന് അറിയാം ഈ സ്റ്റോർ റൂം തുറന്ന് ആർക്കായിരിക്കും ഈ വിധി അനുകൂലം എന്നത്. കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് മലപ്പുറം കളക്ടറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ത്രിതല സുരക്ഷയാണ്. ആദ്യം സ്റ്റോർ റൂമിന് മുന്നിൽ കേന്ദ്രസേന, പിന്നീട് കേരള പോലീസിന്റെ തന്നെ സായുധ സേന, പിന്നീട് കേരള പോലീസ്, അങ്ങനെ 3 തരത്തിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ CCTV ക്യാമറകൾ ഉണ്ട്. സ്റ്റോർ റൂമിന് മുന്നിൽ തന്നെ CCTV ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇങ്ങോട്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൂട്ടമായി എത്തുകയാണ്. അല്പസമയം മുമ്പാണ് ഓരോ ബസ്സിലും കാറിലും ജീപ്പിലും ഒക്കെയായി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ഈ യന്ത്രവും വിവിപാറ്റുമായി ഒക്കെ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു തിരക്കാണ് ഈ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. റിജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ, വിവിപാറ്റൊക്കെ അവിടെ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കുകയാണ്. അവിടെ ത്രിതല സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ കൂടി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു 24-നോട്. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ CPIM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യും. എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള തെരഞ്ഞെടുപ്പ്. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പ്. അതിൽ തന്നെ വിവാദങ്ങൾ, വാഗ്വാദങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്നത് കണ്ടു. സർക്കാരിന് പ്രധാനമാണ് ഈ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഇത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഘട്ടം കൂടിയാണ്. തികഞ്ഞ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകളിൽ ആശങ്കയുണ്ടോ ഇടതുമുന്നണിക്ക്? റീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട CPIM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം, അതായത് പോസ്റ്റ് പോൾ അവലോകനം നാളെ നടക്കുകയാണ്. നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ആ യോഗത്തിൽ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. മറ്റൊന്ന് രാജ്ഭവൻ സർക്കാർ ചർച്ചയും തർക്കവും ചർച്ചയാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ച പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ മണ്ഡലത്തിൻ്റെ പോസ്റ്റ് പോൾ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും. അദ്ദേഹം നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് അംഗമായ സ്ഥാനാർത്ഥി M. സ്വരാജും സെക്രട്ടേറിയറ്റ് യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി നിലമ്പൂരിൽ നിന്നും യാത്ര തിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ ചുമതല വഹിച്ച സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാളാണ്. അതുപോലെ MV ജയരാജനും. ഇവരെല്ലാം തന്നെ ഈ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് പോൾ വിലയിരുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചലിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വോട്ട് സാധ്യതകൾ, ഏറ്റവും ഒടുവിൽ വന്ന വിവാദങ്ങൾ. സ്വാഭാവികമായും എം വി ഗോവിന്ദൻ മാസ്റ്റർ അഭിമുഖത്തിൽ നൽകിയ വിവാദം, ആ വിവാദത്തെ വലിയ രീതിയിൽ UDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉപയോഗിച്ചു. അത് ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി A വിജയരാഘവൻ രംഗത്തിറങ്ങി. അപ്പോഴും ഡിഫ്യൂസ് ആവാതെയാണ് മുഖ്യമന്ത്രി ഇറങ്ങിയത്. സ്വാഭാവികമായും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ടി കെ റീജിത്ത്. ശരി, ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കാര്യങ്ങൾ വിലയിരുത്തും. അടിയൊഴുക്കുകൾ എത്രത്തോളം ബാധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ ഇടതുമുന്നണി കടന്നു കഴിഞ്ഞിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ലഭ്യമാണ്. ഇനി എങ്ങനെയാണ് പാർട്ടി അതിനെ വിലയിരുത്താൻ പോകുന്നത് എന്നതൊക്കെ വരും മണിക്കൂറുകളിലെ ചർച്ചകളാണ്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബം നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഹൈസ്കൂളിലെ ബൂത്തിലെത്തിയാണ് ഭാര്യ സ്മിതയും മകൾ നന്ദനയും വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരും പ്രതികരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശ് തോൽക്കാൻ കാരണം ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിടൻ ഷൗക്കത്താണെന്ന ആരോപണം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന തലക്കെട്ടിൽ മകൾ നന്ദന ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. കുടുംബത്തിന് ആയിടൻ ഷൗക്കത്തിനോട് എതിർപ്പുണ്ടെന്ന തരത്തിൽ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചു. 25 ദിവസം നീണ്ട പ്രചാരണത്തിൽ ഒരിക്കൽ പോലും ഷൗക്കത്ത് കുടുംബത്തെ കണ്ടില്ല. പ്രതികരണങ്ങളിൽ നിന്ന് ഇന്നും ആര്യാടൻ ഷൗക്കത്ത് ഒഴിഞ്ഞുമാറി. LDF പലതും പറഞ്ഞു, അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി LDF പല കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും ഇവിടെ ചെലവായിട്ടില്ല, ഒന്നും ചെലവാകുന്ന പ്രശ്നവുമില്ല. ഇത് UDF ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ നിശബ്ദ പ്രചാരണ ദിവസം LDF സ്ഥാനാർത്ഥി M സ്വരാജ് VV പ്രകാശിന്റെ ഭാര്യയെയും മക്കളെയും സന്ദർശിച്ചു. ഇതോടെ കുടുംബം LDFിനോട് ചേർന്നു നിൽക്കുമോ എന്നതും ചർച്ചയായി. ഇന്നും നന്ദന ഫേസ്ബുക്കിൽ അച്ഛന്റെ ഓർമ്മകൾ പ്രതിപാദിച്ചുള്ള വൈകാരിക പോസ്റ്റിട്ടു. ഇതിന് പിന്നാലെ കുടുംബം കണ്ണൂരിലേക്ക് മടങ്ങിയതോടെ വോട്ട് ചെയ്യാൻ എത്തില്ലെന്ന വാർത്ത പരന്നു. LDF ഇത് ആയിടൻ ഷൗക്കത്തിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി തയ്യാറായില്ല. ഇതിനിടയിലാണ് 4 മണിയോടുകൂടി VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്. ആയിടൻ ഷൗക്കത്ത് വീട് സന്ദർശിക്കാത്തതിൽ ആരോടും പരാതിയില്ലെന്ന് പ്രതികരണം. വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. ഭരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയാണ് VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്. പ്രതിഷേധമല്ല, മറിച്ച് ധൈര്യത്തിന് നിറമാണെന്നാണ് പ്രതികരണം. ഭിന്നതയുണ്ടെന്ന പ്രചരണം അവസാനിപ്പിച്ച് UDFന്റെ മുഖം കൂടി രക്ഷിച്ചിരിക്കുകയാണ് ഇവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. തന്നെ മിസ് കോൾ അടിച്ചുപോലും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് ശശി തരൂർ തുറന്നടിച്ചു. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്നായിരുന്നു തരൂരിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖ പുറത്തുവന്നു. നിലമ്പൂരിൽ വോട്ടെടുപ്പ് സമയം പകുതി പിന്നിട്ടപ്പോഴാണ് അതൃപ്തി പരസ്യമാക്കിയുള്ള ശശി തരൂരിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന ധ്വനിയുള്ളതായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോകാറുള്ളൂ. ജൂൺ 2 കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖപ്രകാരം 40 താരപ്രചാരകരിൽ തരൂരുമുണ്ട്. 8ാമനായാണ് പേര് ചേർത്തിരിക്കുന്നത്. അതിനാൽ തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന വാദം നിലനിൽക്കില്ല. അപ്പോഴും എന്തുകൊണ്ട് തരൂരിനെ ക്ഷണിച്ചില്ലെന്ന ചോദ്യം നിലനിൽക്കുന്നു. തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA-മാർക്കും MP-മാർക്കുമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് കോൺഗ്രസിന് ആശ്വാസമായി.
24 തിരുവനന്തപുരം. ഇത്തവണയും നിലമ്പൂർ വനമേഖലയിലെ ഉന്നതി കേന്ദ്രങ്ങൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടേരി, നെടുങ്കയം മേഖലകളിലായിരുന്നു ഇത്തവണ വനത്തിനകത്ത് ബൂത്തുകൾ ഉണ്ടായിരുന്നത്. ചാലിയാർ മുറിച്ചു കടന്ന് അതിസാഹസികമായാണ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തിയത്. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് രാവിലെ മുതൽ കനത്ത പോളിംഗ് എല്ലാ പോളിംഗ് ബൂത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിന്റെ ഭാഗമായ ഇരുട്ടുകുത്തി എന്ന പ്രദേശത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസികൾ അടക്കമുള്ള സ്ഥലമാണ്. ഏകദേശം 120-ലധികം വരുന്ന ആളുകൾ, 120-ലധികം വരുന്ന കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ചാലിയാർ പുഴ കടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും പോളിംഗ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇരുട്ടുകുത്തി വാണിയമ്പാറയിലെ 271 വോട്ടർമാരാണ് വാണിയമ്പാറ ഫോറസ്റ്റ് ഓഫീസിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തായതിനാൽ CISFന്റെ പ്രത്യേക പരിശോധന ഉണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെക്യൂരിറ്റി ആസ്പെക്റ്റിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് പ്രസൻസ് ഒക്കെ ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെർസ്പെക്റ്റീവിലാണ് ഇവിടെ അഡീഷണൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പ്രശ്ന സാധ്യത ബൂത്തായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പുഞ്ചക്കൊല്ലി ഉന്നതിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് അളക്കൽ ഉന്നതി. അവിടെ 70 വോട്ടർമാരുണ്ട്. അവരും പുഞ്ചക്കൊല്ലിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് കാഴ്ച. സാഹസിക യാത്ര നടത്തിയാണ് ഉദ്യോഗസ്ഥർ വനമേഖലകളിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുന്നത്. ഇത്തവണ പുഞ്ചക്കൊല്ലിയിൽ 256 വോട്ടർമാർ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടും പറഞ്ഞാൽ പാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചങ്ങാട വഴിയാണ് ഇപ്പോൾ അക്കരക്കൊക്കെ പാസ് ചെയ്യുന്നത്. 400-500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഉണ്ടാക്കാൻ 2 വർഷമായി ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതിൽ കയറി കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലത്തിന്റെ കാര്യം ഇപ്പോൾ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും 2 JCB എടുത്തിട്ട് 2 മണ്ണ് മാന്തരം പരിപാടി മാത്രമേ ഉള്ളൂ. നെടുങ്കയത്തായിരുന്നു വനമേഖലയിലെ മറ്റൊരു പോളിംഗ് ബൂത്ത്. ഏകദേശം 1000-ഓളം വോട്ടർമാരാണ് ഉന്നതികളിലുള്ളത്. നിലമ്പൂരിൽ ആര് വാഴുമെന്ന് തീരുമാനിക്കുന്നത് ഈ വോട്ടുകൾ കൂടിയാണ്. 24 നിലമ്പൂർ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബത്തെ വീട്ടിലെത്തിക്കണ്ട് AP അനിൽകുമാർ. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് ആ കുടുംബം അതേപോലെ തന്നെ പ്രകാശ് എന്താ ഉയർത്തിപ്പിടിച്ചത് അത് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം AP അനിൽകുമാർ MLAയുടെ പ്രതികരണത്തിലേക്ക് വരാം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബത്തെ വോട്ടെടുപ്പിന് ശേഷം വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ് AP അനിൽകുമാർ. അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ട് കുടുംബം ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കറുത്ത വസ്ത്രമണിഞ്ഞാണ് VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. നേരത്തെ തന്നെ കോൺഗ്രസിനൊപ്പമാണ് എന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. VV പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ പാർട്ടിക്കൊപ്പമാണ്, കോൺഗ്രസിനൊപ്പമാണെന്നും മരിക്കുന്നതുവരെ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതായിരുന്നു VV പ്രകാശിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായതിനു ശേഷം AP അനിൽകുമാർ നേരിട്ടെത്തി വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളെ കാണുകയാണ്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, AP അനിൽകുമാർ നേരിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മുമ്പുള്ള വിവാദങ്ങളൊക്കെ അവിടെയുണ്ട്. അതിനിടയിൽ ഇന്നവർ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് വോട്ട് രേഖപ്പെടുത്താനെത്തി. കോൺഗ്രസിനൊപ്പം എന്ന് തന്നെയായിരുന്നു പ്രതികരണം. വിവരങ്ങൾ എന്താണ്? ഈ സന്ദർശനത്തിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ് സുഹൈൽ? റിജിത്ത്, സന്ദർശനം സ്വാഭാവികമാണെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാർ ഇപ്പം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് ഈ ഇന്നത്തെ ഒരു ദിവസത്തെ മൊത്തം വിശകലനം ചെയ്യുകയാണെങ്കിൽ തുടക്കം തൊട്ട്, അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ VV പ്രകാശിന്റെ കുടുംബവും ആര്യൻ ഷൗക്കത്തുമായുള്ള ഒരു വൈര്യം എന്ന രീതിയിൽ പ്രചരണം നടന്നു. ഇന്ന് കുടുംബം വോട്ടെടുപ്പിന് എത്തിയത് 4 മണിക്കാണ്. അതിന് മുന്നോടി തന്നെ ഇവർ വോട്ടെടുപ്പിന് എത്തില്ല എന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു വിവാദം ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ ഒടുക്കം 4 മണിയോട് കൂടിയാണ് കുടുംബം വോട്ടെടുപ്പിന് ഇവിടെ എത്തിയത്. അപ്പോൾ ഏറെ വൈകി എത്തിയപ്പോഴൊക്കെ വലിയ ഒരു ഭിന്നത കോൺഗ്രസിനുള്ള രീതിയിൽ പ്രതീതിയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഈ പ്രതീതിയും അത്തരത്തിൽ വരുന്ന അഭ്യൂഹങ്ങളുമൊക്കെ വിരാമപ്പെട്ടുകൊണ്ട് കുടുംബം വോട്ടെടുപ്പിന് എത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവർ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖം അല്പം വികൃതമായിരുന്നു. ആര്യടൻ ഷൌക്കത്ത് ഈ വീട് സന്ദർശിക്കാത്ത വലിയ വിവാദം ഈ മണ്ഡലത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ സ്ഥാനാർത്ഥി എപ്പോഴും ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒടുക്കം കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ, അല്ലെങ്കിൽ മുഖം രക്ഷിച്ചു എന്ന് വേണം നമുക്ക് സംശയം പറയാൻ. അങ്ങനെ മുഖം രക്ഷിച്ചുകൊണ്ട് ഈ കുടുംബം, പ്രകാശിന്റെ ഭാര്യയും മകളും ഈ എടക്കര
പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഏകദേശം 4 മണിയോട് കൂടിയാണ്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയ വിവാദം CPM ഉണ്ടാക്കിയിരുന്നു. ആ കുടുംബം പോലും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നില്ല. അത് സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. സ്ഥാനാർത്ഥി അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ആളെന്ന രീതിയിലടക്കം പ്രചരണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ 4 മണിയോട് കുടുംബം വോട്ട് രേഖപ്പെടുത്തി. അത് സത്യത്തിൽ കോൺഗ്രസിന് വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു അതിലൂടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടെന്നും ഭിന്നതയുണ്ടെന്നും അടക്കമുള്ള പ്രചരണം CPIM നടത്തുമായിരുന്നു. അത്തരത്തിൽ ആ പ്രചരണങ്ങൾക്ക് കോൺഗ്രസിനെ പാർട്ടി വിട്ടുകൊടുക്കാതെ കുടുംബം കൃത്യസമയത്ത് ഏകദേശം 6 മണിക്ക് മുമ്പ് 4 മണിയോട് വോട്ട് ശരി, വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല എന്ന തരത്തിലുള്ള ചില പ്രചാരണമൊക്കെ നടന്നിരുന്നു. ചില അഭ്യൂഹങ്ങളൊക്കെ മണ്ഡലത്തിൽ പ്രചരിച്ചിരുന്നു വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ. പക്ഷേ 4 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലെത്തി വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോഴതിനുശേഷം AP അനിൽകുമാർ MLA വി പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. എന്നും വി പ്രകാശിന്റെ കുടുംബം കോൺഗ്രസിനൊപ്പം ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി വീണ്ടും ഗവർണർ സർക്കാർ പോര്. ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെയും ഓഫീസിനെയും അപമാനിച്ചെന്നും രാജ്ഭവൻ കുറ്റപ്പെടുത്തി. മുൻകൂട്ടി നിശ്ചയിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിന്റെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന ഉണ്ടായിരുന്നില്ല. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയപ്പോൾ ഗവർണർ വിവാദ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഇതോടെ മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലല്ലെന്നും വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടി. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. താൻ തനി ഒരു RSകാരനാണ് എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSകാരനാണെങ്കിൽ RSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വിവാദത്തിൽ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും കുറ്റപ്പെടുത്തൽ. പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് ഗവർണറെ അറിയിച്ചില്ല. മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കം. ഭാരതാംബയുടെ ചിത്രം അറിയില്ലെന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രിയുടെയും ഗവർണറുടെയും കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനായി എത്തിയ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ പ്രവൃത്തി. ഇത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതാണ്. മന്ത്രിയുടെ പെരുമാറ്റത്തെ തികഞ്ഞ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും രാജ്ഭവൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. 24 തിരുവനന്തപുരം. രണ്ടാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ പ്രതിഷേധം. വിവാദം തുടരുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഭരണഘടനാ സ്ഥാപനത്തിൽ ഇന്ത്യക്കെതിരല്ലാത്ത ഏത് ചിത്രവും വെക്കാം എന്നാണ് BJPയുടെ വാദം. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. സർക്കാർ സ്വീകരിച്ച നിലപാട് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാരദാന ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നതോടെ വീണ്ടും വിവാദം തലപൊക്കുകയാണ്. സർക്കാർ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് വിവാദം ആവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. അന്ന് ഗവൺമെന്റ് പറയണ്ടേ, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെന്റ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവന് പിന്നിൽ അണിനിരക്കുകയാണ് BJP നേതൃത്വം. ഭാരത് മാത എന്നുള്ള സങ്കല്പത്തോടല്ല ഞങ്ങളുടെ എതിർപ്പ്. അങ്ങനെയുള്ളൊരു ചിത്രം, ഒരു സ്ത്രീ രൂപം വരുന്നതിനല്ല എതിർപ്പ്. കാവ്യക്കൊടി പാടില്ല, കാവ്യ വസ്ത്രമാണ് അണിയേണ്ടത് എന്നാണെങ്കിൽ അങ്ങനെ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഭാരത് മാതയെ കൊണ്ടുവരട്ടെ. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭരണഘടനാനുസൃതമാകണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് അദ്ദേഹം തിരുത്തേണ്ടതാണ്.
ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന വിടുവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. RSS ബന്ധത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് CPIM വാക്പോര്. മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPക്ക് സീറ്റ് ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ആവശ്യമില്ല എന്നാണ് KC വേണുഗോപാലിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തിരിച്ചടി. RSS ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട MV ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. CPIM ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി 1977 ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ച് തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞു, ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ല CPIM RSSുമായി സഹകരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. KC വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് FB കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. വീണ്ടും ഭാഷാ വിവാദത്തിന് തിരികൊളുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ലെന്ന് അമിത്ഷാ പറഞ്ഞു. കൊളോണിയൽ ഭരണം അടിച്ചേൽപ്പിച്ച ഭാഷയാണ് ഇംഗ്ലീഷ്. നമ്മുടെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണ് പ്രാദേശിക ഭാഷകൾ. ഇന്ത്യയുടെ അടിത്തറ തന്നെ പ്രാദേശിക ഭാഷകളാണ്. അതിന് ഇംഗ്ലീഷിനേക്കാൾ മുൻഗണന കിട്ടണം. പ്രാദേശിക ഭാഷകൾ ഇല്ലാതെ യഥാർത്ഥ ഭാരതീയരാകാൻ കഴിയില്ല എന്നും അമിത്ഷാ പറഞ്ഞു. മുൻ IAS ഉദ്യോഗസ്ഥന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അമിത്ഷായുടെ വിവാദ പരാമർശം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുന്നത്. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വീണ്ടും കടമെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അതെങ്ങനെയാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? R. ശ്രീജിത്ത് അല്ല, ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വിവരങ്ങൾ എന്താണ് ഷഫീദ്? ശ്രീജിത്ത്, കഴിഞ്ഞ മാസമാണ് സംസ്ഥാനം 1000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിക്കുകയും കടമെടുക്കുകയും ചെയ്തത്. പൊതുവിപണിയിൽ നിന്ന് കടപത്രം വഴിയായിരുന്നു കഴിഞ്ഞ മാസം 1000 കോടി വായ്പ എടുത്തത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിരുന്നു കഴിഞ്ഞ മാസം എടുത്ത വായ്പ. സമാനമായ രീതിയിൽ ഇപ്പോൾ വീണ്ടും 2000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 2000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടപത്രം വാങ്ങി വഴിയാണ് വായ്പ എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വികസന പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കുന്നു. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ അടക്കം പല വിധത്തിലുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. അക്കാര്യത്തിൽ കൂടി വകയിരുത്താനാണ് നിലവിൽ ഇപ്പോൾ ഈ കടമെടുക്കുന്നത് എന്നുള്ളതാണ് ധനവകുപ്പിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിശദീകരണം. ശരി, ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനം. നിലമ്പൂരിലെ പോളിംഗ് ശതമാനം ഇതാ വ്യക്തമാവുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് 73.26%. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ മലയിറങ്ങി. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും ബേസ് ക്യാമ്പിലെത്തിച്ചെന്ന് അലാസ്ക ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. മകൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അമ്മ ഷാഹിദ 24-നോട് പറഞ്ഞു. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ദനാലി പർവ്വതത്തിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെ കുടുങ്ങിയത്. ഓപ്പറേഷൻ സിന്ധൂരിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാനുള്ള ദൗത്യത്തിനിടെയായിരുന്നു കൊടുങ്കാറ്റിൽ പെട്ടത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ക്യാമ്പിൽ കഴിയുന്നുവെന്ന വാർത്ത 24 പുറത്തുവിട്ടു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെട്ടു. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയും ബേസ് ക്യാമ്പിൽ എത്തിച്ചതായാണ് അലാസ്ക ഗവർണറുടെ ഓഫീസ് നൽകുന്ന വിവരം. മകൻ സുരക്ഷിതനാണെന്നറിഞ്ഞതിൽ സന്തോഷമെന്ന മാതാവ്. ഭയങ്കര സന്തോഷമുണ്ട്. മോൻ ബേസ്ക്ക് ഇനി മോനൊന്ന് വിളിച്ചാൽ മതി. വിളിക്ക് കാത്തിരിക്കുക. ഞാൻ ഇവിടെ തന്നെ മോൻ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും. ഷെയ്ഖ് ഹസൻ ഖാന്റെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. 14 അടി ക്യാമ്പിൽ അല്ലേ? തമിഴ്നാട്ടിൽ ഒരു ക്ലൈംബർ കൂടെ ഉണ്ട്. മുത്തമിൽ സെൽവി നാരായണൻ എന്ന പേര്. ക്ലൈമറ്റ് കുഴപ്പമുണ്ടോ ഇപ്പം? എന്നിട്ട് കൊടുങ്കാറ്റടിക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. മറ്റേ ക്യാമ്പിൽ ഇപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുക.
ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ ധനകാര്യ വകുപ്പിൽ സെഷൻ ഓഫീസറാണ്. 24 പത്തനംതിട്ട. ഇനിയൊരു സന്തോഷകരമായ വാർത്തയാണ്. എറണാകുളം വൈപ്പിനിൽ ഭിന്നശേഷിക്കാരിയായ മകൾക്കും അമ്മയ്ക്കും വീടൊരുങ്ങുന്നു. സാജ് ഗ്രൂപ്പും MLA KN ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വീട് നിർമ്മാണ സമിതിയും 24 കണക്റ്റുമായി ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, സാജ് ഗ്രൂപ്പ് MD സാജൻ വർഗീസ് എന്നിവർ ചേർന്ന് വീടിന്റെ കല്ലിടൽ ചടങ്ങ് നടത്തി. ജന്മന ഉണ്ടായ ശാരീരിക വൈകല്യങ്ങളാൽ ദുരിതമനുഭവിക്കുകയാണ് ജിയാമോൾ. നീണ്ട 27 വർഷങ്ങൾ വൈപ്പിൻ തെക്കൻ മാലിപ്പുറത്തെ വാടക വീട്ടിൽ അമ്മയ്ക്കൊപ്പം താമസം. അച്ഛൻ നെൽസന്റെ വിയോഗത്തോടെ ജിയാമോളും അമ്മ ഹേനയും തീർത്തും ഒറ്റപ്പെട്ടു. ഇവരുടെ സങ്കടമറിഞ്ഞ നാട്ടുകാർ കുടുംബത്തിന് കൈത്താങ്ങാവാൻ മുന്നിട്ടിറങ്ങി. 24 ചാനൽ മുൻകൈ എടുത്തുകൊണ്ട് സാജൻ ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സാജൻ ഗ്രൂപ്പിനും അതുപോലെ 24ഉം നിർവഹിച്ച ഈ സഹായങ്ങൾ തീർച്ചയായും ജിയാമോളുടെ കുടുംബത്തിനൊരു സാന്ത്വനമാണ്, ഒരു സ്നേഹസ്പർശമാണ്. MLA അധ്യക്ഷനായി ഭവന നിർമ്മാണ സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനം. 24 മുഖാന്തരം അമ്മയുടെയും മകളുടെയും ജീവിതമറിഞ്ഞ സാജൻ വർഗീസ് വീട് നിർമ്മിക്കാൻ സഹായിക്കാമെന്ന് സമ്മതിച്ചു. ഇതുപോലുള്ള പരിപാടിയിൽ, ഒരു ഭവനദാന പരിപാടിയിൽ ഞാൻ കൊടുത്ത ഒരു ഭവനത്തിൻ്റെ താക്കോൽദാന സംബന്ധത്തിൽ ശ്രീകണ്ഠൻ നായർ പത്തനാപുരത്ത് വെച്ച് ഈ 24 കണക്റ്റിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു വീട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഏകദേശം 5-8 മാസം കഴിഞ്ഞിട്ട് ഈയിടെയാണ് അദ്ദേഹം എന്നോട് പിന്നീട് ഇതിനെപ്പറ്റി പറയുകയും വൈപ്പിനുള്ള ദിയാമോൾക്ക് ഒരു വീട് ആവശ്യമുണ്ട്. 24 എഡിറ്റർ ഇൻ ചീഫ് PP ജെയിംസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ദിയാമോൾ നമുക്കറിയുന്ന ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റെടുക്കാനുള്ള ഒരു വലിയ കടമയുണ്ട്. അതാണ് ഒരു പക്ഷേ MLAയുടെ നേതൃത്വത്തിൽ നിങ്ങളെ നാട്ടുകാർ റെസിഡന്റ് അസോസിയേഷനും ഇവിടുത്തെ നാട്ടുകാരായിട്ട് ചേർന്നിരിക്കുന്നത്. ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. നിലവിൽ K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ടുള്ള 24 കണക്റ്റിന്റെ 100 ഭവന പദ്ധതിയും പുരോഗമിക്കുകയാണ്. 24 കൊച്ചി. ബയോഫ്യൂവൽ നിർമ്മാണത്തിൽ പുതിയ ചുവടുറപ്പിച്ച് സെൻട്രൽ ബയോഫ്യൂവൽസ് ലിമിറ്റഡ്. പ്രതിദിനം 300 കിലോ ലിറ്റർ ശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഫാക്ടറി ഗോവയിൽ തുടങ്ങും. ഗോവയിലെ നവേലിം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 65 ഏക്കറോളം സ്ഥലത്താണ് പുതിയ ഉൽപാദന കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം മറികടക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, കർഷകരെ സഹായിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജൈവോർജ്ജ രംഗത്തുള്ള ഭാരതത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടുന്ന ഈ പ്ലാന്റ് 2026 കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ ഉൽപാദന കേന്ദ്രമാണ് സെൻട്രിയൽ ബയോഫ്യൂവൽസ്. പ്രതിവർഷം 7 കോടി ലിറ്ററിനുള്ള 10 വർഷത്തേക്കുള്ള ഓർഡർ ഇതിനകം തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം തുടങ്ങിയ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ജപ്തി ഭീഷണിയിൽ എറണാകുളം നോർത്ത് പറവൂരിലെ ഒരു കുടുംബം. തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ സുമനസുകളുടെ സഹായം തേടുകയാണ് രോഗബാധിതരായ ദമ്പതികൾ. യൂണിയൻ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ രജിയുടെയും സൈറയുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മകളുടെ വിവാഹത്തിനും വീട് നിർമ്മാണത്തിനുമായി നോർത്ത് പറവൂരിലെ യൂണിയൻ ബാങ്കിൽ നിന്നെടുത്ത 12 ലക്ഷം രൂപയാണ് തിരിച്ചടയ്ക്കാനാവാതെ പലിശ സഹിതം 16 ലക്ഷമായി പെരുകിയത്. 2 ലക്ഷത്തോളം തിരിച്ചടയ്ക്കാനായി. അതിനിടെയാണ് രജിയെയും സൈറയെയും രോഗം തളർത്തിയത്. കല്യാണത്തിനും തിരക്കും കൂടി എടുത്തതാണ്. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാടില്ലാണ്ട് വന്നതാണ്. പാണ്ടിൽ പണിയെടുത്തി പോകുന്നതാണ് 60. പിന്നെ കൊടുക്കാൻ തന്നിട്ട് വഴിയില്ല. ആൾക്കാർക്ക് കാശ് കുറച്ചാണ് പറയണത്. രോഗം മൂർച്ഛിച്ചതോടെ പണിക്ക് പോലും പോവാൻ പറ്റാതായി. സഹായത്തിനായി പലയിടങ്ങളും കയറിയിറങ്ങി. രക്ഷിക്കാൻ ആരുമില്ല. ഒരുപാട് ആൾക്കാരൊക്കെ പോയി. ഞങ്ങൾക്ക് ആരുമില്ല. ആൾക്കും പാടില്ല, എനിക്കും പാടില്ല. 36 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ട്. ഞങ്ങൾ വീട് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, വഴിയില്ലാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ആരെങ്കിലും ജനങ്ങൾ ഇതറിഞ്ഞെങ്കിലും ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കുമെന്നുള്ളൊരിതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആരും 1 രൂപ 100 രൂപ ചോദിച്ചാലും ഞങ്ങളുടെ വെള്ള കൺഷൻ വരെയും കെട്ടാക്കിയിട്ടവര്. 2 പെൺമക്കളുണ്ടെങ്കിലും നിർധനരായതിനാൽ പണം നൽകി സഹായിക്കാൻ കഴിവില്ല. ഇളയ മകളും രോഗബാധിതയാണ്. കുഴപ്പമില്ലാത്തതെന്ന് വെച്ചാൽ കൊടുക്കാറുള്ളതല്ലേ അവർക്ക്. പിന്നെ 2 പെൺപിള്ളേർ അവർക്കൊന്നുമില്ല തരാനായിട്ട് എടുക്കാന്.
അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. 2017 എടുത്ത വായ്പ കാലാവധി കഴിഞ്ഞ് നാളേറെയായി. കേരള ബാങ്കിലെ വായ്പയും ചേർത്ത് 22 ലക്ഷം രൂപയാണ് ആകെ കടബാധ്യത. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ജപ്തിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. രോഗം തളർത്തിയ ഈ കുടുംബത്തിന് വായ്പ തിരിച്ചടയ്ക്കാൻ മറ്റു വഴികളില്ല. സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 24 കൊച്ചി. സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അതിനുവേണ്ടിയാണ് ആ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.